Good evening to all. Today I would like to take a class on theoretical distribution and binomial distribution. Before going more about binomial distribution, I would like to draw your attention to random experiments that you already learned during your BCom degree classes. That random experiments are experiments in which we are not able to predict the outcome. അതായത് നമുക്ക് ഔട്ട്കം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെൻസിന് പറയുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ടോസിങ് എ കോയിൻ. ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഓർ ടെയിൽ ഈസ് എക്സ്ക്ലൂസീവ്ലി ഡിപ്പെൻഡ് ഓൺ ചാൻസ്. വി കനോട്ട് പ്രഡിക്റ്റ് it is head or tail. Sometimes it is head or sometimes it is tail. This experiment is known as trial, and each outcome is known as event. Each event, that is, getting head is an event, getting tail is another event. The set of all events is known as sample space, and the sample space is denoted by capital letter S. And from this sample space we can calculate the probability of happening of an event. The probability of happening of an event can be found out by the following equation, that is, number of favorable cases divided by total number of cases. എത്രമാത്രം ഹെഡ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ഹെഡ് കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്കും? സംടൈംസ് 1 അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 1, ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്രയാണുള്ളത്? ഒന്നെങ്കിൽ ഹെഡാ അല്ലെ ടെയിലാ. അപ്പോൾ 1ഉം 1 കൂട്ടുമ്പോൾ 2. അപ്പോൾ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് while tossing a coin is equal to 1/2. Then probability distribution. Probability distribution ഈ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കമ്മിനെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയും സൂചിപ്പിക്കുന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ദ പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ആൻഡ് ദ പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഔട്ട്കം. ഇപ്പോൾ നമ്മൾ മുൻപേ പറഞ്ഞ എക്സാമ്പിളിന്റെ കേസിൽ ടോസിങ് എ കോയിൻ ആണെങ്കിൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 2/1. ദെൻ ടെയിൽ കിട്ടാനുള്ള ചാൻസ് അതും എത്രയാണ്? 2/1. അപ്പോൾ ഈ ഔട്ട്കം എന്താണെന്ന് പറയുക, പോസിബിൾ ഔട്ട്കം എന്താണെന്ന് സൂചിപ്പിക്കുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയും കൂടെ പറയുന്നതിനാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് പ്രധാനമായിട്ട് 2 തരത്തിലുള്ളതുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എംപിരിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇൻ കേസ് ഓഫ് എംപിരിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, an event is estimated on the basis of real observation is known as empirical probability distribution. That is, we estimate the happening of an event based upon our previous evidence. Normally this empirical probability is used by insurance companies while fixing the premium. They are estimating the probability of happening of an accident. ലാസ്റ്റ് ഇയർ എത്രമാത്രം ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, ഇന്ന ടൈപ്പിലുള്ള വെഹിക്കിൾസ് എത്രമാത്രം ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, അതിൻ്റെ പേരിൽ എത്രമാത്രം കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, ആ പറയുന്ന സോക്കോൾഡ് വാഹനങ്ങളിൽ നിന്ന് എത്രമാത്രം പ്രീമിയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അവർക്കറിയാൻ പറ്റും അവർക്കത് ലാഭകരമാണോ നഷ്ടമാണോ ഇല്ലയെന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോബബിലിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ പ്രാവശ്യത്തെ പ്രീമിയം ഫിക്സ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് എംപിരിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ദ സെക്കൻഡ് വൺ ഈസ് theoretical probability distribution. In theoretical probability distribution, the distribution is exclusively dependent upon probability of happening of an event. ഇവിടെ എന്തില്ല, ഉള്ളി ചാൻസിനെ ബേസ് ചെയ്ത് മാത്രമാണ്, മറ്റ് യാതൊരു പ്രീവിയസ് ഡേറ്റ ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന പേരാണ് തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. In case of theoretical probability distribution, we can find out the probability by number of favorable cases divided by total number of possible outcomes. നമ്മൾ നേരത്തെ മുൻപേ പറഞ്ഞ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹെഡ്
or tail. ഇതെല്ലാം തിയററ്റിക്കൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 1, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഒന്നെങ്കിൽ ഹെഡ് ആകാം അല്ലെ ടെയിൽ ആകാം. അപ്പോൾ 2, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഈസ് ഈക്വൽ ടു 1/2. ഇനി അടുത്തതായിട്ട് തിയററ്റിക്കൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള തിയററ്റിക്കൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ദേ ആർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിനകത്ത് ഫസ്റ്റ് വൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് നേച്ചറിലുള്ളതാണ്. ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കംസ് അണ്ടർ നോമിനൽ nature. Anyway, we can go to this binomial distribution. Binomial distribution is propounded by James Bernoulli during 1700. 1700 ജെയിംസ് ബെർണോളി എന്നുള്ള ഒരു മാത്തമാറ്റീഷ്യൻ പ്രൊപ്പൗണ്ട് ചെയ്തതാണ്, ഒബ്സർവ് ചെയ്തെടുത്തതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ. He observed that there are certain experiments in which only 2 outcomes. ഇപ്പം നമ്മൾ ടോസിങ് എ കോയിൻ, അവിടെ 2 ഔട്ട്കമേ ഉള്ളൂ, ഒന്നെങ്കിൽ ഹെഡ് ആൻഡ് ടെയിലാണ്. ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്ത് ബെർണോളി ഡെവലപ്പ് ചെയ്ത തിയറിയാണ് ഈ പറയുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ എക്സ്പെരിമെന്റിനെ വിളിക്കുന്ന പേര് ബെർണോളി പ്രോസസ് അല്ലെ ബെർണോളി ട്രയൽ എന്നാണ്. ഈ 2 ഔട്ട്കംസ്, ഇറ്റ് മേ ബി one may be success and the other may be failure, and this experiment is also known as binomial experiment. And ബെർണോളിയുടെ എക്സ്പെരിമെന്റ് അനുസരിച്ച് പറയുന്ന ഒരു ഔട്ട്കം, ഒരു പ്രാവശ്യം നമ്മൾ ഈ പറയുന്ന എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഔട്ട്കം ഒരിക്കലും അടുത്ത എക്സ്പെരിമെന്റിന്റെ റിസൾട്ടിനെ ഒരു കാരണവശാലും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അറിയാവുന്നതാണ്. പലപ്പോഴും നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടി, ടെയിൽ കിട്ടി, ഒരിക്കലും അടുത്ത പ്രാവശ്യം സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സംടൈംസ് ദെയർ മേ ബി ചാൻസ്. അപ്പോൾ ഇതിന് 3 പ്രധാനമായിട്ടുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്. അത് തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് ഓർത്തിരിക്കുക. ദ ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഒരു ട്രയലിന് ഒരിക്കലും മറ്റൊരു ട്രയലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യത എല്ലാം ഇൻഡിപെൻഡൻറ്റ് തന്നെയാണ്. ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ഈച്ച് ട്രയൽ. ഒരു എണ്ണത്തിൻ്റെ പ്രോബിലിറ്റി എല്ലാ പ്രാവശ്യവും ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ ഹെഡിൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 1/2 ആണ്, അല്ലെ ടെയിലിൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 1/2 ആണ്. ദർ ആർ ഓൺലി 2 ഔട്ട്കംസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നെങ്കിൽ ഹെഡ് ആകാം അല്ലെങ്കിൽ ടെയിലാകാം. 2 ഔട്ട്കംസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി അടുത്തതാ പ്രോബിലിറ്റി ഫങ്ഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അത് തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n and p if its probability function is fx is equal to nch p raised to x q raised to n minus x, where x is equal to 0, 1, 2, 3 etc. up to n, and p stands for success in a trial and q stands for failure in a trial. We can also calculate, if you know the p, that is the total probability is 1, so q is equal to 1 minus p. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫങ്ഷൻ ഇതാണ്. എന്താണ്? എഫ് എക്സ് ഈസ് ഇക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. എക്സ് എന്ന് പറയുന്ന എത്ര പ്രാവശ്യം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം 6 കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുവാണെങ്കിൽ, 2 കോയിൻസ് ടോസ് ചെയ്യുവാണെങ്കിൽ അതിനാണ് നമ്മൾ എക്സ് ഡിനോട്ട് ചെയ്യുന്നത്, പി ഡിനോട്ട് ചെയ്യുന്നത്, അല്ല അതിനാണ് എൻ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ എക്സ് ഡിനോട്ട് ചെയ്യുന്ന ഈ പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ എത്രയാണ്, എത്ര ചാൻസ് ആണ് ഉള്ളത് ഈ പറയുന്ന ഹെഡ് കിട്ടാനല്ലേ ടെയിൽ കിട്ടാനായിട്ടുള്ളത്, അത് ഡിനോട്ട് ചെയ്യുന്ന എക്സ് ആണ്. പി ഡിനോട്ട് ചെയ്യുന്ന പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ആണ്. ക്യൂ ഡിനോട്ട് ചെയ്യുന്ന പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ അല്ലെങ്കിൽ നോട്ട് ഹെഡ്. എന്താണെന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ അറിയാം. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കൂടെയുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ is obtained from an infinite population, that is number of independent trials can be indefinitely large. ഇവിടെ ട്രയൽസിൻ്റെ എണ്ണം പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എത്രമാത്രം വേണമെങ്കിലും ആകാം.
The second one is arithmetic mean of binomial distribution is the product of parameters n and p. Binomial distribution arithmetic mean നമ്പരും പ്രോബബിലിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൻ പി ക്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ. Then if p is smaller than q, p q-നേക്കാളും കുറവാണെങ്കിൽ binomial distribution it is skewed to the right, and p is greater than q, it is skewed to the left, and p is equal to 2, binomial distribution has a symmetric curve. Symmetric ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും binomial distribution ഉണ്ടായിരിക്കുന്നത്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നത് when n is considerably large, binomial distribution tends to approach normal. n വളരെ കൂടുതലാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ലെവലായിരിക്കും കാണിക്കുന്നത്. ഒരു എണ്ണത്തിലേക്കും പിയിലേക്ക് കൂടുതലോ ക്യൂയിലേക്ക് കൂടുതലോ വരത്തില്ല. ജസ്റ്റ് സിമിലർ ആയിരിക്കും പിയും ക്യൂ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. മുൻപേ പറഞ്ഞ പോലെ ഡെഫിനേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, കണ്ടീഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടേഴ്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഈ മൂന്ന് ടോപ്പിക്കുകളും തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 6 unbiased coin are tossed simultaneously. Find the probability of getting exactly 2 heads, at least 4 heads, at most 2 heads. 3 പാർട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഒന്ന് എക്സാക്റ്റ് ആയിട്ട് കൃത്യം 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്. സെക്കൻഡ് പാർട്ട് അറ്റ്ലീസ്റ്റ് 4 ഹെഡ്സ് ആൻഡ് അറ്റ് മോസ്റ്റ് 2 ഹെഡ്സ്. നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് വരാം. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെയൊക്കെ പ്രോബ്ലം കിട്ടുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ആലോചിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 unbiased coins are tossed simultaneously. പിന്നെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ആണ് ഓഫ് ഗെറ്റിംഗ് ഹെഡ്. ഹെഡിൻ്റെ എണ്ണം എത്ര കിട്ടാനുള്ള ചാൻസ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന ഈ പറയുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന NCH P⁻X Q⁻n−x എന്ന ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാണ് ഉള്ളത് ഒന്ന് നോക്കുമ്പോൾ ഫസ്റ്റിൽ n is there. n is equal to 6. Tossing a coin. ക്വസ്റ്റിൻ്റെ അകത്ത് പ്രത്യേകം തരേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം. The chance of getting head is 1/2 and the chance of getting tail അല്ലെങ്കിൽ Q is equal to 1 minus 1/2. എന്തുകൊണ്ടാണ് Q is equal to 1 minus 1/2 എന്ന് പറഞ്ഞു? ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് P 1/2 ആണെങ്കിൽ Q ഓട്ടോമാറ്റിക്കായിട്ട് 1 minus 1/2 ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഇക്വേഷനിലെ NCH P⁻X Q⁻n−x അതിൻ്റെ ഫസ്റ്റ് പോർഷൻ ഒന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. NCH വർക്കൗട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ഇൻറ്റു n-x ഔട്ടറിൽ ഫാക്ടോറിയൽ സിമ്പിൾ. ഒന്നുകൂടെ നോക്കുക. NCH ഈസ് ഇക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ഇൻറ്റു n-x ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാക്ട്ലി 2 ഹെഡ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. ഇഫ് x ഈസ് ഇക്വൽ ടു 2, NCHൻ്റെ വാല്യൂ കൊടുക്കുക. n 6 ആണെന്നറിയാം. NCH ഈസ് ഇക്വൽ ടു 6C2. 6C2 എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 6 ഫാക്ടോറിയൽ ഇൻറ്റു ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 2 ഫാക്ടോറിയൽ. ഞാനിവിടെ റെഡിങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 2 ഫാക്ടോറിയൽ. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 2 4.
ഫാക്ടോറിയൽ എന്നുള്ള സിമ്പിൾ ഔട്ടറിൽ നിന്ന് എടുത്തെഴുതി 4 ഫാക്ടോറിയൽ. അപ്പോൾ 6 ഫാക്ടോറിയലിൻ്റെ എക്സ്പാൻഷൻ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഫാക്ടോറിയൽ എന്നുള്ളത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കുന്നു വരുന്നു. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞ പോലെ ഇവിടെ 6 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇവിടെ എഴുതി, പിന്നെ 4 ഫാക്ടോറിയൽ എഴുതി. അപ്പോൾ ഇത് 6 ഫാക്ടോറിയൽ ന്യൂമറേറ്റർ ആയിട്ടുള്ള പോർഷനും ഡിനോമിനേറ്റർ ആയിട്ടുള്ള പോർഷനും നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് 4 3 2 1, ഇവിടെ താഴെ നിന്ന് 4 3 2 1 കട്ട് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ദെൻ ദ റിമൈനിങ് പോർഷൻ 6 ഇൻറ്റു 5 താഴെ 2 ഇൻറ്റു 1 ദറ്റ് ഈസ് 2. അപ്പോൾ 30/2 ദറ്റ് ഈസ് 15. അപ്പോൾ 6 C2ൻ്റെ കാൽക്കുലേഷന് കിട്ടിയ വാല്യൂ 15 ആണ്. ഇനി നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് പോവാം. എക്സാക്ട്ലി 2 ഹെഡ്സ്, 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷനിലേക്ക് നമ്മൾ ആ ഇക്വേഷനിലേക്ക് നമ്മൾ 2 ഹെഡ്സ് എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. x2 എന്നുള്ളത് നോക്കുക. 6 C2 ഇൻറ്റു 1/2 റേസ് ടു 2 ഇൻറ്റു 1/2 റേസ് ടു 6 മൈനസ് 2. അപ്പോൾ 6 C2 എന്നുള്ള ആദ്യത്തെ പോർഷൻ in C2. ഇനി അടുത്ത P ആണ്. P 1/2 റേസ് ടു x2 ആണ്. 2 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇൻറ്റു 1/2 റേസ് ടു 6 മൈനസ് 2 ദാറ്റ് ഈസ് n മൈനസ് x. 6 C2 ഇൻറ്റു 1/2 റേസ് ടു 2 ഇൻറ്റു 6 മൈനസ് 2 4. അപ്പോൾ ഇതിൻ്റെ 6 C2 15 ആണെന്ന് അറിയാം. 1/2 സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 1/4. 1/2 റേസ് ടു 4 എന്ന് പറയുമ്പോൾ 1/16. ഇതിനകത്ത് ന്യൂമറേറ്റർ എല്ലാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 കിട്ടി. ഡിനോമിനേറ്റർ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 കിട്ടി. അപ്പോൾ 15 ഡിവൈഡ് ബൈ 64 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.28. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0.28 ആണ്. എക്സാക്ട്ലി 2 ഹെഡ്സ് ഓഫ് ദാറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്. ഇനി സെക്കൻഡ് പോർഷൻ ബി പാർട്ട് അറ്റ്ലീസ്റ്റ് 4 ഹെഡ്സ്. എന്താണ് അറ്റ്ലീസ്റ്റ് 4 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അറ്റ്ലീസ്റ്റ് 4 ഹെഡ്സ് നമ്മൾ 6 കോയിൻസ് എഴുതുമ്പോൾ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് 4 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് മിനിമം 4 ഹെഡ്സ് കിട്ടുന്ന സാഹചര്യം. മിനിമം ആണ് 4 ഹെഡ്സ്, പക്ഷേ മാക്സിമം എത്ര വരെ വേണേ ആകാം? 6 വരെ വേണേ ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. അപ്പോൾ 4 ഹെഡ്സിൻ്റെ പ്രോബിലിറ്റി പ്ലസ് 5 ഹെഡ്സിൻ്റെ പ്രോബിലിറ്റി പ്ലസ് 6 ഹെഡ്സിൻ്റെ പ്രോബിലിറ്റി, ഇത് മൂന്നൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മാണ് ദ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 4 ഹെഡ്സ് മീൻസ് 4 or 5 or 6 heads. That is probability 4 plus probability 5 plus probability 6. നേരത്തെ എക്സാക്ട്ലി 2 ഹെഡ്സിൻ്റെ കണ്ട പോലെ തന്നെ NCH എന്നുള്ള ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 4 കൊടുത്തുകൊണ്ട് നമ്മൾ 4ഉം 5ഉം 6ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി 4ഉം പ്രോബിലിറ്റി 5ഉം പ്രോബിലിറ്റി 6ഉം നമുക്ക് കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് കിട്ടുന്ന 22 ഡിവൈഡ് ബൈ 64 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.34375. ദാറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 4 ഹെഡ്സ്. ഇനി മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് മാക്സിമം എത്ര വരെ വരാൻ പാടുള്ളൂ? 2 ഹെഡ് വരെ. അപ്പോൾ നമ്മൾ 6 കോയിനാണ് ഒരേപോലെ ടോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഹെഡ് ഒന്നും വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം, 3 ഹെഡ് വരാം, 4 ഹെഡ് വരാം, മാക്സിമം 6 ഹെഡ് വരെ വരാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന 2 ഹെഡിൻ്റെ സിറ്റുവേഷൻ മാത്രമാണ്, അതിൻ്റെ പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടം വരെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി? ഏതൊക്കെ പ്രോബിലിറ്റി സം ടോട്ടൽ ചെയ്താൽ മതി? 0ഉം 1ഉം 2ഉം. നേരത്തെ അറ്റ്ലീസ്റ്റ് 4 ഹെഡ്സ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുക, എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുക, 2 കൊടുക്കുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഈ 22/64 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.34375. ഇനി ബൈനോമിയൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന്
ബൈനോമിയൽ പ്രോബബിലിറ്റിയിൽ നിന്ന് ബൈനോമിയൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ പ്രോബബിലിറ്റി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എക്സാക്ട്ലി 2 ഹെഡ്സ് ഫോർ അറ്റ്ലീസ്റ്റ് 4 ഹെഡ്സ്, അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അത് യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും ഇല്ല. ദാറ്റ് വി ക്യാൻ prepare a frequency distribution by multiplying the total frequency with the respective probability of each event. ഓരോ ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റിയെ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ n trials constitute an experiment and the experiment is repeated in n times. ഇപ്പോൾ n ട്രയൽസിനെ നമ്മൾ സ്മോൾ ലെറ്റർ n, അതാണ് നമ്മൾ ബൈനോമിയൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ദി എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് ഇൻ n ടൈംസ്. ദാറ്റ് ഈസ് ഷോൺ ബൈ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ n. അപ്പോൾ ആ ക്യാപിറ്റൽ ലെറ്റർ n കൊണ്ട് ഓരോ ഇവന്റിന്റെയും പ്രോബബിലിറ്റി എത്രയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബൈനോമിയൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. 8 coins were tossed 256 times. Find the expected frequencies of head. 8 കോയിൻ 256 പ്രാവശ്യം നമ്മൾ ടോസ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എല്ലാം കോയിൻസിൻ്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി അറിയാം. ഗെറ്റിംഗ് ഹെഡ് ഈസ് ഈക്വൽ ടു 1/2. സോ Q ഈസ് ഈക്വൽ ടു 1 minus P. That is 1 minus 1/2, that is also 1/2. 8 coins, that is small letter n is equal to 8. Then tossed together 256 times. എത്ര പ്രാവശ്യമാണ് ഈ പറയുന്ന എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്ത്? 256 പ്രാവശ്യം. സോ ക്യാപിറ്റൽ ലെറ്റർ n is equal to 256. ഇനി 8 കോയിൻസ് ടോസ് ചെയ്തുകൊണ്ട് 8 കോയിൻസിൻ്റെ അകത്ത് നമുക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ് 0 to 8 വരെയുണ്ട്. ചില സാഹചര്യത്തിൽ 0 ആകാം, ചിലപ്പോൾ 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, 7 ആകാം, 8 ആകാം. ഇത് ഓരോ ചാൻസും നോക്കി അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക. അത് NCH, P⁻X, Q⁻n−H എന്നുള്ള നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോർമുല വെച്ച് തന്നെ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് കിട്ടുന്ന പ്രോബബിലിറ്റിയെ ഈ ക്യാപിറ്റൽ ലെറ്റർ n കൊണ്ട് 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ സം ടോട്ടൽ ഫ്രീക്വൻസി തന്നെ ആയിരിക്കണം. ദാറ്റ് ഈസ് ബൈ ദാറ്റ് വി ക്യാൻ ഓൾസോ ക്രോസ് വെരിഫൈ ദ ആൻസർ. നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. ഈ ടോട്ടൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 256 ആയിരിക്കും. കാരണം നമ്മൾ ഈ 8 കോയിൻ ടോസ് ചെയ്ത് എത്ര പ്രാവശ്യം ടോസ് ചെയ്യുള്ളൂ? 256 പ്രാവശ്യം ടോസ് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി വരാൻ പാടില്ല. അതിൻ്റെ ഓർഡർ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. 1, 8, 28, 56, 70, 56, 28, 8, 1. അപ്പം 1 to 70 വരെ വന്നു, വീണ്ടും നേരെ തിരിച്ച് 56, 28, 1 വീണ്ടും കുറഞ്ഞു വരികയെന്നാണുള്ളത്. അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ കേസിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഓരോ ഇവൻസിനെയും പ്രോബബിലിറ്റി കണ്ടിട്ട് അതിനെ ക്യാപിറ്റൽ ലെറ്റർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ഇത്തരത്തിലുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. നോക്കാം. 40 seeds produced in a bakery are red and the remaining are green. They are mixed and sold in a packets of 5 seeds. Out of 2,500 such packets, how many do you expect to have exactly 2 red seeds more than 4 red seeds? അപ്പോൾ 40% സീഡ്സ് റെഡ് സീഡ്സ് ആണ് ബേക്കറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ റിമൈനിങ് ഗ്രീൻ. 40 റെഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ റിമൈനിങ് എത്രയാണെന്ന് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ദേ ആർ മിക്സഡ് ആൻഡ് സോൾഡ്. ഈ റെഡ് സീഡ്സും ഗ്രീൻ സീഡ്സും മിക്സ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. ഒരു പാക്കറ്റിലാക്കിയാണ് വിൽക്കുന്നത്. ആ ഒരു പാക്കറ്റിനകത്ത് 5 സീഡ്സ് കാണും. അത്തരത്തിലുള്ള 2500 പാക്കറ്റ്സ് അവർ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ
അതിൻ്റെ അകത്ത് എക്സാക്റ്റ് ആയിട്ടും 2 റെഡ് സീഡ്സ് ഉള്ള പാക്കറ്റ് എത്രയാണ്, അല്ലെങ്കിൽ മോർ ദാൻ 4 റെഡ് സീഡ്സ് ഉള്ള പാക്കറ്റ്സ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പി പ്രോബിലിറ്റി എത്രയാണെന്ന് അറിയാം. ആ പി എ ബേസ് ചെയ്തുകൊണ്ട് ക്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എൻ സ്മോൾ ലെറ്റർ എൻ എത്രയാണെന്ന് അറിയാം. ക്യാപിറ്റൽ ലെറ്റർ എൻ എത്രയാണെന്ന് അറിയാം. നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സാക്ട്ലി 2 ഹെഡ്സ് ചെയ്ത പോലെ തന്നെ എക്സാക്ട്ലി 2 റെഡ് സീഡ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മോർ ദാൻ 4 റെഡ് സീഡ്സ്, അറ്റ്ലീസ്റ്റ് 4 റെഡ് സീഡ്സ് പറയുന്ന പോലെ തന്നെയാണ് മോർ ദാൻ 4 റെഡ് സീഡ്സ്. എക്സാക്ട്ലി 2 റെഡ് സീഡ്സ് വരുമ്പോഴത്തേക്കും എൻ സീഡ്സ് ഉള്ള ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു, എന്നിൻ്റെ സ്ഥാനത്ത് 5 കൊടുത്തു. അത് 5 എണ്ണമുള്ള പാക്കറ്റാണ്. അപ്പോൾ 2/5 ആണ് റെഡ് സീഡ്സിൻ്റെ പ്രോബിലിറ്റി. സോ ക്യൂ ഈസ് ഈക്വൽ ടു 3/5 n മൈനസ് എക്സ് 5 മൈനസ് 2. അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ 216 ഡിവൈഡ് ബൈ 625. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ ടോട്ടൽ പാക്കറ്റ്സിൻ്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. 2500 പാക്കറ്റ്സ് ആണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എത്ര പാക്കറ്റിൻ്റെ അകത്താണ് 2 റെഡ് സീഡ്സ് ഉള്ളതെന്നാണ് അറിയുന്നത്. ഒരു പാക്കറ്റിലെ റെഡ് സീഡ്സിനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ 2500 പാക്കറ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ 2500 ഇൻറ്റു 216 ഡിവൈഡ് ബൈ 625, ദാറ്റ് ഈസ് ഈക്വൽ ടു 864 പാക്കറ്റ്സ്. ഇനി അടുത്തത് മോർ ദാൻ 4 റെഡ് സീഡ്സ്. മോർ ദാൻ 4 റെഡ് സീഡ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒന്നെങ്കിൽ 4 റെഡ് സീഡ്സ് ആകാം, അല്ലെങ്കിൽ 5 റെഡ് സീഡ്സ് ആകാം. അപ്പോൾ 5 റെഡ് സീഡ്സിൻ്റെ പാക്കറ്റാണ് 5 സീഡ്സിൻ്റെ പാക്കറ്റ്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 4ൻ്റെയും 5ൻ്റെയും പ്രോബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 4ൻ്റെയും 5ൻ്റെയും പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് ആ കിട്ടിയ ടോട്ടല് കൊണ്ട് ഈ 2500 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും മോർ ദാൻ 4 റെഡ് സീഡ്സ് ഉള്ള പാക്കറ്റ്സ് എത്രയാണ്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ പ്രോബ്ലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കേണ്ടതാണ്. നോക്കുക. ഏറ്റവും ആദ്യം തന്നെ ആൻസർ പോർഷനിലേക്കുള്ള സ്ലൈഡിലേക്ക് പോകരുത്. വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ശരിയാണോ അല്ലെങ്കിൽ എന്താണ് കറക്ഷൻ എന്ന് നോക്കണം. ഓക്കെ. Then the next problem is 50% of the city population takes coffee and 100 investigators examine 10 individuals of the city to study their coffee drinking habits. How many investigators could you expect to report that 3 or less people take coffee? ഒരു സിറ്റിയിലെ 50% ആൾക്കാർ കോഫി ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ളവരാണ്, കോഫിയാണ് ഡ്രിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് 100 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വന്നു. ദേ എക്സാമിൻ 10 ഇൻഡിവിജ്വൽസ് ഓഫ് ദ സിറ്റി. അതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽസും 10 പേരെ വെച്ചാണ് സ്റ്റഡി ചെയ്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എത്ര ഇൻവെസ്റ്റിഗേറ്റേഴ്സ് റിപ്പോർട്ട് കൊടുക്കും 3 അതിൽ താഴെയോ ആൾക്കാർ കോഫി കുടിക്കുന്നതായിട്ട്? ഇതാണ് ചോദ്യം. ഒരു സിറ്റിയിലെ 50% ആൾക്കാർ കോഫി കുടിക്കുന്നവരാണ്. 100 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇതിനെക്കുറിച്ച് പഠനം നടത്താനായിട്ട് വന്നു. ഒരു ഇൻവെസ്റ്റിഗേറ്റർ 10 പേരുടെ അടുത്താണ് സ്റ്റഡി നടത്തിയത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് 3 അതിൽ താഴെയോ കോഫി കുടിക്കുന്ന ആൾക്കാരായിട്ട് എത്ര ഇൻവെസ്റ്റിഗേറ്റേഴ്സ് റിപ്പോർട്ട് തരും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പ്രോബിലിറ്റി പി 50% സോ 1/2. സോ ക്യൂ ഈസ് ഓൾസോ 1/2. Small letter n is equal to 10 and capital letter N is equal to 100. Probability consuming 3 or less people take coffee എന്ന് പറയുമ്പോൾ എത്രയാണ്? എത്രയൊക്കെ വരാം? 3 വരാം, 2 വരാം, 1 വരാം, 0 വരാം. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിലേ ഉള്ളൂ ഓരോ കേസിലുമുള്ള നമ്പർ അറിയാൻ പറ്റുന്നത്. 3ൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 2ൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 1ൽ എത്ര നമ്പേഴ്സ് ഉണ്ട്. നമ്മളത് ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി കണ്ടുപിടിച്ചപ്പോൾ എത്രയാണ്? പ്രോബിലിറ്റി 3 120 ഡിവൈഡ് ബൈ 1024, പ്രോബിലിറ്റി 2 45 ഡിവൈഡ് ബൈ 1024,
probability 1, 10 divided by 1024, probability 0, 1 divided by 1024. അതെല്ലാം കൂടെ സം ടോട്ടൽ ചെയ്യുമ്പോൾ 176 ഡിവൈഡഡ് ബൈ 1024. ഇതിൻ്റെ എല്ലാത്തിൻ്റെ n കോമൺ ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് ഈ ടോട്ടൽ കിട്ടിയ പ്രോബബിലിറ്റിയെ, അതായത് 176 ഡിവൈഡ് ബൈ 1024നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 100 ഇൻറ്റു 176 divided by 1024, that is equal to 17.1875. 18.5നേക്കാൾ ലോ ആയതുകൊണ്ട് നമുക്കതിനെ റൗണ്ട് ചെയ്ത് എഴുതാം. 17 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ്, 3 അതിൽ താഴെയോ കോഫി കുടിക്കുന്നവരായിട്ട് റിപ്പോർട്ട് കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ കൃത്യമായിട്ട് ചോദിച്ചു വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ്ലി യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ വെരി തറവലി. സഡൻ ആയിട്ട് ചാടിക്കയറി ചെയ്യാൻ പോയേക്കരുത്. n മാറിപ്പോയാൽ പ്രശ്നമാണ്, പിയും ക്യൂവും മാറിപ്പോയാൽ പ്രശ്നമാണ്, കാൽക്കുലേഷനിൽ ചെറിയ മിസ്റ്റേക്സ് പറ്റിയാൽ മതി, ആൻസേഴ്സ് എല്ലാം മാറും. പറഞ്ഞ പോലെ ഏറ്റവും ആദ്യത്തെ ആ പോർഷനിൽ നമ്മൾ ചെയ്ത പോലെ ഉള്ള സ്ഥലത്ത് ഈ ഫാക്ടോറിയലിൻ്റെ സിമ്പൽ അത് മാറിയാലും ബുദ്ധിമുട്ട്, ഡിഫിക്കൽറ്റി ഉണ്ടാകും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോഴേ തന്നെ ഒന്ന് ആലോചിച്ച്, ഇപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, 6 അൺബയാസ്ഡ് കോയിൻ ആർ ടോസ്ഡ് സൈമിൾട്ടേനിയസ്ലി. മറ്റൊന്നും അതിൻ്റെ അകത്ത് പറയുന്നില്ല, ഫൈൻഡ് ദ പ്രോബബിലിറ്റി എന്ന് മാത്രം പറയുന്നു. അപ്പോൾ കോയിൻ ആയതുകൊണ്ട് നമുക്കറിയാം 1/2 ആണ് ഹെഡിനുള്ള ചാൻസ്, 1/2 ആണ് ടെയിൽ. ഇവിടെ ടെയിലിനെ കുറിച്ചൊന്നും പറയുന്നേ ഇല്ല, ഹെഡ് മാത്രമേ പറയുന്നു. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെയുള്ള ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളോട് ബേസ് ചെയ്തുകൊണ്ട് വി ക്യാൻ കം ടു ആൻ കൺക്ലൂഷൻ. അതിനെ ബേസ് ചെയ്താണ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ ഡീലിംഗ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. Besides these problems, you have to also learn the theory portion, that is binomial distribution and function, conditions and properties. Normally these properties as well as one problem is asking from binomial distribution. So learn well. Okay, thank you all.